സ്വിമ്മിങ്ങിനൊക്കെ പോയി തിരിച്ചു വന്നു ടയേർഡായിട്ട്. അങ്ങനെയല്ല, കുറേ നേരം സ്വിം ചെയ്യുന്നല്ലേ, അപ്പോൾ സ്വിമ്മിങ് ചെയ്തുകൊണ്ട് ചെറിയൊരു ടയേർഡ്. ഞാനങ്ങനെ വന്ന് കിടക്കുന്നു. അല്ലെങ്കിൽ എനിക്കെന്ത് തൊട്ടാലും ടയേർഡ് തന്നെ, അത് വേറെ ആയിരിക്കും കേട്ടോ. എന്ത് അങ്ങോട്ട് തിരിഞ്ഞാലും ടയേർഡ്, ഇങ്ങോട്ട് തിരിഞ്ഞാലും ടയേർഡ് തന്നെ. എപ്പോഴും റെസ്റ്റ് എടുക്കണമെന്നുള്ള ആഗ്രഹം. പിന്നെ ഇന്നലത്തെ എൻ്റെ ബാക്കി കുറേ ടോപ്പിക്ക് പറയാനുണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഞാൻ പറയുന്നത് കല്യാണം കഴിഞ്ഞവരോടാണ്. ഇപ്പോൾ ഒരുപാട് പേർക്ക് ലവേഴ്സൊക്കെ ഉണ്ട്, കല്യാണം കഴിഞ്ഞവർക്കും ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഓർക്കുക, നിങ്ങളെ ഹസ്ബൻഡ് നിങ്ങൾക്ക് ഒരുപാട് കെയറിങ്ങും സ്നേഹവും പൈസയും നിങ്ങളുടെ കുട്ടികളുടെ കാര്യവും ഒക്കെ നോക്കുന്നുണ്ടെങ്കിൽ, എല്ലാം നിങ്ങൾക്ക് തരുന്നുണ്ടെങ്കിൽ പിന്നെ ഒരു അഫെയറിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ഒരുപാട് ചിന്തിക്കുക. കാരണം എല്ലാം തന്നിട്ട് വേറൊരാളെ നിങ്ങൾ തേടി പോകുന്നുണ്ടെങ്കിൽ, കാരണം അത് ദൈവത്തിന് ഒരിക്കലും നിരക്കാത്ത കാര്യമാണ്. അപ്പോൾ നിങ്ങൾ ഒറ്റ കാര്യം ചിന്തിച്ചാൽ മതി. ഈ വരുന്ന ആൾക്കാർ നിങ്ങളോട് പൈസ ചോദിച്ച് തുടങ്ങുന്നുണ്ടോ? പൈസ ചോദിച്ച് തുടങ്ങുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങളവിടെ സ്റ്റോപ്പ് ചെയ്യണം. ഇവർ കാണുന്നതേ അങ്ങനെയാണ്. ഇവളുടെ എങ്ങനെയും പൈസ എടുക്കാം, ഇല്ലെങ്കിൽ ഇവളെ എങ്ങനെയും ഒരാണം കെട്ടില്ല. കല്യാണം കഴിഞ്ഞൊരു പെണ്ണിനെ കെട്ടാനായിട്ട് തൻ്റെ ഇടത്തോടുകൂടി ഒരുത്തനും വരില്ല. അവനോട് ആ ഒരു ക്വസ്റ്റ്യൻ 2-3 ക്വസ്റ്റ്യൻ ചോദിക്കുക. എനിക്ക് ചിലവിന് തരാൻ പറ്റുമോ? നിങ്ങളുടെ ഭർത്താവ് തരുന്നത് പോലെ ചിലവിന് തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു നോക്കുക. കുറച്ച് പൈസ നിങ്ങൾ കടം ചോദിക്കുക, അവന് തരാൻ പറ്റുമോ എന്ന് നോക്കുക. അവനൊന്നും തരില്ല. പിന്നെ അതുപോലെ അവനോടൊക്കെ ചോദിക്കുക, പിന്നെ എന്തെങ്കിലും ഇഷ്യൂ വന്നാൽ, നാട്ടുകാർ പിടിച്ചാൽ, എന്തെങ്കിലും പിടിച്ചാൽ എൻ്റെ മക്കളെ ഏറ്റെടുക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുക. അവനൊക്കെ പറ്റുമോ? പറ്റില്ല. അപ്പോൾ അവർക്ക് വേണ്ടത് നിങ്ങളുടെ ശരീരം മാത്രമാണ്. നിങ്ങളപ്പോൾ അത് ആലോചിച്ച് നല്ലോണം തീരുമാനിക്കുക. പൈസ വാങ്ങാൻ, നിങ്ങളെ യൂസ് ചെയ്യാൻ വരുന്നവൻ പൈസ വാങ്ങാൻ വേണ്ടി മാത്രമാണ് വരുന്നത്. അല്ലാണ്ട് നിങ്ങളെ നോക്കാനോ പിടിക്കാനോ ഒരാവശ്യം വരുമ്പോൾ അവൻ ഓടിക്കളയും. മനസ്സിലായോ? ഓടിക്കളയും. പോരാത്തതിന് നിങ്ങൾക്ക് ചീത്തപ്പേരും വരും, നിങ്ങളുടെ ലൈഫും തകരും. അപ്പോൾ ഒരുപാട് ആലോചിച്ചിട്ട് വേണം അങ്ങനെയുള്ള തീരുമാനങ്ങളിലേക്ക് എടുത്ത് ചാടാൻ. നിങ്ങളൊരു മിനിമം ഒരു 1 ലക്ഷം രൂപയെങ്കിലും നിങ്ങൾ ചോദിച്ചു നോക്കണം. അവനൊക്കെ തരുമെന്നറിയണമല്ലോ. നിങ്ങളെ പൊന്നുപോലെ നോക്കുന്നൊരു കെട്ടിയവനാണെങ്കിൽ നിങ്ങൾക്ക് തരും അല്ലേ? നിങ്ങൾക്ക് മക്കളെന്ന് പറഞ്ഞാൽ മക്കൾക്കും നിങ്ങളെയൊക്കെ പൊന്നുപോലെ നോക്കുന്നുണ്ടെങ്കിൽ. പിന്നെ ഭർത്താക്കന്മാരും ഓർക്കുക, ഭാര്യമാർ നാട്ടിലൊക്കെ ഇരുത്തിയിട്ട് നിങ്ങൾ പുറത്ത് ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ തിരിച്ച് വരുന്ന 2 മാസം ഭാര്യമാരൊപ്പരം തന്നെ ഇരിക്കുക. അല്ലാണ്ട് നിങ്ങളിങ്ങനെ ഫ്രണ്ട്സിൻ്റെ ഒപ്പം അവിടെ കറങ്ങി നടക്കുമ്പോൾ ഭാര്യയ്ക്ക് അത് കിട്ടാണ്ട് വരും. കുട്ടികളെയൊന്നും നിങ്ങൾ അടുത്ത് വെച്ച് കിടത്താണ്ടിരിക്കുക. നിങ്ങൾ സെപ്പറേറ്റ് മാറ്റി കിടത്തുക. നിങ്ങളുടേതായ നിമിഷം നിങ്ങളെ ജീവിക്കുക തന്നെ വേണം. കുട്ടികൾ ഒരു 5 വയസ്സ് കഴിഞ്ഞ് അവരെ സെപ്പറേറ്റ് മാറ്റി തന്നെ കിടത്തണം. അപ്പോൾ അത് നമ്മുടെ ഇന്ത്യൻ കൾച്ചറിൽ അങ്ങനെയൊന്നുമില്ല. പക്ഷെ അത് തെറ്റാണ്. അവിടെ പടക്കം പൊട്ടിക്കുന്ന ഇവിടെ വിഷു തീർന്നില്ല. പിന്നെയെന്ന് വെച്ചാൽ, നിങ്ങൾ സെക്ഷുവലി ഭാര്യനെ സാറ്റിസ്ഫൈഡ് ആക്കിയില്ലെങ്കിൽ തീർച്ചയായും അവർ വേറൊരു ആളിലേക്ക് തിരിഞ്ഞാൽ പിന്നെ കിട്ടിയെന്ന് വരില്ല. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾ എത്രത്തോളം ഭാര്യയെ സാറ്റിസ്ഫൈഡ് ആവുന്നോ അത്രത്തോളം അവളെ സാറ്റിസ്ഫൈഡ് ആക്കി കൊടുത്തിരിക്കണം. കിട്ടുന്നവർക്ക് 2 മാസമാണ്. പിന്നെ നിങ്ങൾ 1 കൊല്ലോ 2 കൊല്ലോ കഴിഞ്ഞിട്ടാവാൻ വരില്ലേ. സ്നേഹം കൊണ്ടും ശരീരം കൊണ്ടും ഒന്നായി തീരുന്നതാണ് ദാമ്പത്യം എന്ന് പറയുന്നത്, അല്ലേ? അച്ഛനും അമ്മയും ഒക്കെ പലതും പറയുമായിരിക്കും. ഈ അച്ഛനും അമ്മയും വന്നത് ഉടനെ പൊട്ടിമുളച്ച് വന്നതൊന്നും അല്ലല്ലോ. അവരും ഇതുപോലെ ഭാര്യയും ഭർത്താവായിട്ട് വന്നത് തന്നെയാണ്. അത് നിങ്ങൾ ഓർക്കുക. ചില അമ്മായിയമ്മമാരൊക്കെ മരുമക്കളോട് ഭയങ്കര ക്രൂരതയാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ അത് ഓർക്കുക. മരുമക്കളെ വല്ലതും പറയുമ്പോൾ വഴക്കടിക്കാനൊന്നും പോകണ്ട അമ്മായിയമ്മേനോട്. നിങ്ങൾ സന്തോഷമായിട്ട് ഭാര്യനോട് പോട്ടടി എന്നൊക്കെ പറഞ്ഞ് സാന്ത്വനിപ്പിക്കുക. ലൈഫ് മുന്നോട്ട് കൊണ്ടുപോവുക. പിന്നെ അമ്മായിയമ്മേനെയും നിങ്ങൾ
ഭാര്യമാർ പൊന്നുപോലെ നോക്കുക. മകളായാലും മകനായാലും ആരായാലും. അതുപോലെ ഭാര്യമാരോടും ഇത് ഭർത്താക്കന്മാരെ നിങ്ങൾ സ്നേഹിക്കുക. അവർക്ക് വേണ്ടതെല്ലാം അവരുടെ ആവശ്യങ്ങൾ ചെയ്തു കൊടുക്കുക. ഇല്ലെങ്കിൽ അവരും വേറെ പെണ്ണിനെ തേടിപ്പോവും. പിന്നെ ഭാര്യേനെ എത്ര കിട്ടിയിട്ടും പോകുന്നവരെ കുറിച്ച് ഒന്നും പറയാനില്ല. പിന്നെ ഒന്നും കിട്ടാത്ത, ഒരു ലൈഫിലും കിട്ടാത്ത ഭാര്യമാരുണ്ട്. അങ്ങനെയുള്ളവർ എന്ത് ചെയ്യുന്നതിനോടും എനിക്ക് ഒരു അഭിപ്രായം പറയാനുമില്ല. അത് അവരുടെ ചോയ്സാണ്. പട്ടിണി കിടക്കുന്നവൻ എത്രയെന്ന് വെച്ച് പട്ടിണി കിടക്കും. പട്ടിണി കിടന്നവർ ഓർക്കണം, പട്ടിണി കിട്ടിയിട്ടാണ് അവർ പോകുന്നതെന്ന്. അപ്പോൾ അവിടെ എനിക്കൊരു തെറ്റ് പറയാനൊന്നുമില്ല. ചിലരെല്ലാം കൊടുക്കും, പൈസ കൊടുക്കും, വലിയ വീട് ഉണ്ടാക്കി കൊടുക്കും, പിന്നെ മക്കളെ നല്ലോണം നോക്കും. പക്ഷെ ഭാര്യനെ തിരിഞ്ഞു പോലും നോക്കൂല, മിണ്ടില്ല, ചിരിക്കില്ല, സംസാരിക്കില്ല, അവരെ വേറെ റൂമിൽ കിടത്തും. ഇങ്ങനത്തെ കുറേ ഭർത്താക്കന്മാരുണ്ട്. അങ്ങനെയുള്ളവരോട് ഒരു മിനിറ്റ് എടാ ഒന്ന് മ്യൂട്ടാക്ക് ഒരു കാര്യത്തിന്, ഞാൻ ഒന്ന് വീഡിയോ എടുത്തോട്ടെ. അപ്പോൾ അങ്ങനെയുള്ള ഭർത്താക്കന്മാർ ഇങ്ങനെ കാണിക്കുമ്പോൾ പിന്നെ ആ ഭാര്യമാർ എന്താ ചെയ്യേണ്ടത്? അവരോട് എനിക്കൊരു ഒപ്പീനിയനും പറയാനില്ല. അത് അവർക്ക് വിട്ടുകൊടുക്കുന്നു. തിരിച്ചും ചില ഭാര്യമാരിങ്ങനെ ചെയ്യലുണ്ട് ഭർത്താക്കന്മാരോടും. അങ്ങനെയുള്ളവരോടും എനിക്കൊരു സജഷനും പറഞ്ഞു കൊടുക്കാനില്ല. അതവർ തന്നെ തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ്. നിങ്ങൾ ചെയ്യുന്നത് ക്രൂരതയാണ്. ഭർത്താവ് ഭാര്യനോട് അങ്ങനെ ഒരു ക്രൂരത കാണിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു പെണ്ണിൻ്റെ ശാപം നിങ്ങളുടെ കുടുംബത്തിൽ തന്നെ നിൽക്കും. പെണ്ണായാലും ശരി, ഞാൻ പറയുന്നത്, നിങ്ങളുടെ ഭർത്താവിനോട് അങ്ങനെ ഒരു ക്രൂരത കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലും നിങ്ങളതിൽ നരകിക്കും. കാരണം കർമ്മ എന്നുള്ളൊരു സംഭവമുണ്ട്. നമ്മൾ ആരെ വേദനിപ്പിച്ചാലും അത് തിരിച്ച് നമ്മളിലേക്ക് തന്നെ വന്നു ചേരും. നമ്മളത് ദുഃഖിക്കേണ്ടി വരും. നമ്മളതേ ഫീലിങ്സിലൂടെ കടന്നു പോയേണ്ട ഒരു ദിവസം വരും. അതൊക്കെ കൊണ്ട് ഓർക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും സന്തോഷത്തോടു കൂടി ജീവിക്കുക. ദൈവം കൂട്ടിച്ചേർത്തത് നമ്മൾ മനുഷ്യരായിട്ട് പിരിക്കാണ്ടിരിക്കുക. ഭാര്യ ഭർത്താവിനെയും ഭർത്താവ് ഭാര്യനെയും സ്നേഹിക്കാൻ നോക്കുക. ഇല്ലാത്തവർ എനിക്കിപ്പം ഭർത്താവിനിപ്പം ഭാര്യനെ സ്നേഹിക്കാൻ പറ്റില്ല, വേണ്ടെങ്കിൽ അവരുടെ കോമ്പൻസേഷൻ കൊടുത്ത് അവരെ അങ്ങ് വിട്ടേക്കണം, ഒഴിവാക്കണം. നിങ്ങളൊരു ലൈഫിലേക്ക് കൊണ്ടുവന്നിട്ട് എന്തിനാണ് ഇങ്ങനെ വെറുതെ അവരുടെ ജീവിതം തകർക്കണത്? അപ്പോൾ അവർക്ക് കൊടുക്കേണ്ടതൊക്കെ കൊടുത്ത്, എനിക്ക് നിന്നെ പറ്റുന്നില്ലടി, എനിക്ക് നിന്നോട് സ്നേഹം തോന്നുന്നില്ല. നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു കാര്യമാണ്. കുട്ടിക്കും ഭാര്യയ്ക്കുള്ളതൊക്കെ കൊടുത്തിട്ട് എത്രത്തോളം കൊടുക്കാൻ പറ്റും, നിങ്ങളാണ് അവരുടെ ജീവിതം തകർക്കുന്നത്. അപ്പോൾ കൊടുത്ത് അവരെ ഒഴിവാക്കി വിടുക. അവർ വേറെ കല്യാണം കഴിക്കുക, ജീവിക്കുക, എന്താണെന്ന് വെച്ചാൽ ചെയ്തോട്ടെ. എത്രയാണെന്ന് വെച്ചാൽ അവർ വിധവയെ കണക്ക് നിൽക്കണം. പലരും പോകാനവരുടെ ഇല്ലാത്തതുകൊണ്ടാണ് വീടുകളിൽ നിൽക്കുന്നത്. അപ്പോൾ നിങ്ങളത് ഓർക്കുക. നിങ്ങൾക്ക് പറ്റുന്നത് ചെയ്യുക. അങ്ങനെ ഭാര്യമാരായാലും ശരി, നിങ്ങൾക്കങ്ങനെ സെക്ഷലി, മെൻ്റലി, ഫിസിക്കലി ഒന്നും ഭർത്താവിനോടൊന്നും തോന്നില്ല എങ്കിൽ നിങ്ങൾ വിട്ടേക്കുക, നിങ്ങൾ പോവുക. നിങ്ങളെന്തെങ്കിലും ചെറിയ കോമ്പൻസേഷൻ വാങ്ങി നിങ്ങളെ പാട്ടിന് പോയേക്കാം. നിങ്ങൾക്ക് അങ്ങനെ ഒരു ഫീലിങ്സ് ഇല്ലെങ്കിൽ അയാൾ കെട്ടി ജീവിച്ചോട്ടെ. അപ്പോൾ ആരും ആരുടെയും ജീവിതങ്ങൾ തകർക്കാണ്ടിരിക്കുക. വിചാരങ്ങളും ഇല്ലാത്തവർ കല്യാണം കഴിക്കാണ്ടിരിക്കുക, സിംഗിളായിട്ട് ജീവിക്കുക. ഇതൊക്കെയാണ് എൻ്റെ ഒപ്പീനിയൻ. ഇതിലൊന്നും ഞാൻ പറഞ്ഞതിൽ തെറ്റൊന്നും ഞാൻ കാണുന്നില്ല. പിന്നെ ഭാര്യയ്ക്ക് എന്താണ് വേണ്ടതെന്ന് ചോദിച്ച് മനസ്സിലാക്കുക. ഭർത്താവിന് എന്താ ആഗ്രഹം എന്നൊന്ന് ചോദിച്ച് മനസ്സിലാക്കുക. അത് ചെയ്തു കൊടുക്കാൻ ശ്രമിക്കുക. അത് നമ്മുടെ തന്നെ കടമയാണ്. ഇതിനെക്കുറിച്ച് അറിയില്ലെങ്കിൽ നല്ലൊരു കൗൺസിലിംഗ് സെൻ്ററിൽ പോവുക. ഡോക്ടേഴ്സ് പറഞ്ഞു തരും എന്താ ചെയ്യേണ്ടതെന്നൊന്നും. കാരണം അവർക്കറിയാം, അവിടെ ചെന്നാൽ നല്ല രീതിയിൽ പറഞ്ഞു തരും എന്താ ചെയ്യേണ്ടതെന്നും. നിങ്ങൾക്ക് അറിയില്ല എങ്കിൽ, കാരണം കല്യാണം കഴിഞ്ഞ് വരുന്നൊരു പെണ്ണിന് ചിലപ്പോൾ ഒന്നും അറിയില്ല. ഇന്ന് പിന്നെ മൊബൈലൊക്കെ ഉള്ളതുകൊണ്ട് അറിയാം, സെർച്ച് ചെയ്താൽ കിട്ടും. പണ്ട് കാലത്ത് അതൊന്നും അറിയില്ല. അറിയാത്ത പെണ്ണ് വരുമ്പോൾ എന്ത് ചെയ്യണമെന്ന് പോലും അറിയലുണ്ടാവില്ല. അപ്പോൾ ആണുങ്ങൾക്കത് ദേഷ്യം പിടിക്കും. നിങ്ങളത് ഓർക്കണം. ഒന്നും അറിയാതെയാണ് ആ പെണ്ണിൻ്റെ ലൈഫിലേക്ക് വരുന്നത്. അപ്പോൾ ഒന്നും അറിയില്ല. അതിന് പയ്യെ നിങ്ങൾ പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കി, അല്ലെങ്കിൽ ഒരു ക്ലാസ്സിലൊക്കെ അറ്റൻഡ് ചെയ്യിച്ചിട്ട് കൊണ്ടുവരണം. ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ ടോപ്പിക്ക്.
കല്യാണം കഴിഞ്ഞവർ മാത്രം കേൾക്കുക. 18 വയസ്സിന് മുകളിലുള്ളവർ കേൾക്കുക. 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾ കേൾക്കണ്ട. നിങ്ങൾ 18 വയസ്സ് കഴിഞ്ഞിട്ട് കേട്ടാൽ മതി. കേൾക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ ഒരു ജോലിയൊക്കെ കിട്ടിയിട്ട് കല്യാണം കഴിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇപ്പം നിങ്ങൾ പഠിക്കുക. കല്യാണം കഴിയാത്ത കുട്ടികളോട് എല്ലാവരും പഠിക്കുക. സ്വന്തം കാലിൽ ഒരു ജോലിക്കുള്ള ഒരു കോഴ്സെങ്കിലും ചെയ്ത് നിങ്ങൾ കയ്യിൽ വെച്ചേക്കണം. എന്തെങ്കിലും നിങ്ങൾ ഒറ്റയ്ക്കായിപ്പെട്ടാൽ ആ ജോലി നിങ്ങൾക്ക് തുണയാവും. മനസ്സിലായി? ആ ജോലി ചെയ്തെങ്കിൽ നിങ്ങൾക്ക് ജീവിക്കാം. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ വീഡിയോ ഈ ടോപ്പിക്കാണ്. എല്ലാവരും കേൾക്കുക. നിങ്ങൾക്ക് ഇതിൽ നിന്ന് അംഗീകരിക്കാൻ പറ്റുന്നതൊക്കെ അംഗീകരിച്ചെടുക്കുക. അംഗീകരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ എനിക്ക് ഒന്നും പറയാനില്ല. അത് നിങ്ങളുടെ വിശ്വാസം, നിങ്ങളുടെ ഇഷ്ടം. ഓക്കെ, ബൈ.